വ്യക്തിപരമായിട്ടൊരു ചോദ്യം. പലർക്കും അധികം ആർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് പിതാവ് ഒരു നല്ലൊരു സംഗീതജ്ഞൻ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സംഗീതത്തിൻ്റെ ഒരു മേഖലയിലേക്ക്, ആ ഒരു മേഖലയിലൂടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അതിനൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു പിതാവ്? ഞാൻ ഒരു വലിയ സംഗീതജ്ഞനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പിന്നെ എനിക്ക് സംഗീതം വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ബിഷപ്പായതിന് ശേഷം എനിക്ക് അത്രയും സമയമോ അതിനു വേണ്ടിയുള്ള സംരംഭങ്ങളിൽ ഞാൻ അധികം എനിക്ക് സമയം കണ്ടെത്തുന്നില്ല. എന്നാൽ ഞാൻ അച്ഛനായിരുന്ന കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ചും അതിൻ്റെ മിനിസ്ട്രിയുടെ ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ആ മ്യൂസിക് മിനിസ്ട്രി വളരെ നന്നായി ചെയ്യുന്നതിനും അതിലൂടെ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായകമായിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും അതിനെ സഹായിച്ച ഒന്നാണ് ശ്രീമാൻ യേശുദാസിൻ്റെ ഒരു ആൽബം ഞാൻ എഴുതി അതിന് പാട്ട് എഴുതി കൊടുത്തു. അത് അദ്ദേഹം ഗാനരൂപത്തിലാക്കി ഒരു ആൽബം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്നേഹസുധ എന്ന് പറയുന്നത് അത് 1992 ഇറക്കിയതാണ്. അത് അത്രയും പഴക്കമുള്ളതാണെങ്കിലും ഇന്നും അതിലെ 2 പാട്ടുകൾ വളരെ ഇന്നും പ്രചാരത്തിലുണ്ട്. പാടാവോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. നന്നായിരിക്കുന്നു പിതാവ്.